കെ.എസ്.ആർ.ടി.സി ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനും സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിക്ക് നാളെ തുടക്കം. പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം നാളെ രാവിലെ 9:30 മാളയിൽ മന്ത്രി ഒ.ജെ. ജനീഷ് നിർവഹിക്കും. ജില്ലയിൽ ദിവസവും 1.5 ലക്ഷത്തോളം പേർക്ക് പദ്ധതിയുടെ ഗുണം ലഭിക്കുമെന്നാണ് വിലയിരുത്തൽ. തൃശൂർ, മാള, ചാലക്കുടി, ഗുരുവായൂർ ഡിപ്പോകളിലും ഇരിങ്ങാലക്കുട, കൊടുങ്ങല്ലൂർ, പുതുക്കാട് ഓപ്പറേറ്റിംഗ് സെന്ററുകളുമായി 126 ഓർഡിനറി ബസ്സുകൾ കെ.എസ്.ആർ.ടി.സിക്കുണ്ട്. കൂടാതെ ലിമിറ്റഡ്, ടൗൺ ടു ടൗൺ, ഗ്രാമവണ്ടി എന്നിവയും ചേർത്ത് ദിവസവും 1000-ഓളം സർവീസുകൾ നടത്താനാകും. എന്നാൽ ജീവനക്കാരുടെ ക്ഷാമം, ബസ്സുകളുടെ അറ്റകുറ്റപ്പണി തുടങ്ങിയ വിവിധ കാരണങ്ങളാൽ ഒട്ടേറെ ട്രിപ്പുകൾ മുടങ്ങുക പതിവാണ്. നിലവിൽ 700-ഓളം ട്രിപ്പുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാ ട്രിപ്പുകളിലും സാധാരണഗതിയിൽ പകുതിയോളം യാത്രക്കാർ സ്ത്രീകളാണ്. യാത്ര സൗജന്യമാകുമ്പോൾ വനിതകൾ കൂടുതലായി എത്തുമെന്നുറപ്പ്. ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ. ജോലി ചെയ്യുന്ന ആളാണ്? അല്ലല്ല, പഠിക്കുകയാണ്. ഞാൻ കോഴിക്കോട് പഠിക്കുന്നത്, യൂണിവേഴ്സിറ്റിയിൽ. പിന്നെ മുതൽ പോവാലോ. സൗജന്യയാത്ര അനുവദിക്കുന്ന ബസ്സുകൾ തിരിച്ചറിയാനായി പദ്ധതിയുടെ പേരായ പ്രിയദർശിനി സ്റ്റിക്കർ പതിച്ചിട്ടുണ്ട്. സ്ത്രീ, ട്രാൻസ്ജെൻഡർ യാത്രക്കാർ നിർബന്ധമായും 0 രൂപ രേഖപ്പെടുത്തിയ പ്രത്യേക ടിക്കറ്റ് കണ്ടക്ടറിൽ നിന്ന് വാങ്ങണം. ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുന്നതിനിടെ പിടിക്കപ്പെട്ടാൽ 500 രൂപ പിഴ ഈടാക്കുമെന്നും കെ.എസ്.ആർ.ടി.സി അറിയിക്കുന്നു. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് തിങ്കളാഴ്ച രാവിലെ 8:30 മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിർവഹിക്കും. ഉദ്ഘാടനത്തിന് ശേഷം മുഖ്യമന്ത്രിയും മന്ത്രിമാരും കെ.എസ്.ആർ.ടി.സി ബസ്സിൽ യാത്ര ചെയ്യും. ഉദ്ഘാടന സർവീസ് നടത്തുന്ന ബസ്സിന്റെ ഡ്രൈവറും കണ്ടക്ടറും സ്ത്രീകളായിരിക്കും. ഉദ്ഘാടനത്തിന് ശേഷമായിരിക്കും സൗജന്യ യാത്രയ്ക്ക് ടിക്കറ്റ് നൽകുക. ഓർക്കുക, നിങ്ങളുടെ കൂടെ 5 വയസ്സിനും 11 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ആൺകുട്ടി ഉണ്ടെങ്കിൽ പ്രത്യേകം ടിക്കറ്റ് എടുക്കണം. 15 കിലോയിൽ കൂടുതലുള്ള ലഗേജിനും ചാർജ് നൽകണം. അപ്പോൾ എല്ലാവർക്കും ശുഭയാത്ര. ക്യാമറമാൻ ആഷിഖ് വേലൂരിനൊപ്പം കെ.ബി. ലിബീഷ്, TCV.